കോഴിക്കോട് പാലേരി തൊട്ടത്താം കണ്ടിയിൽ പുഴയിൽ അമ്മയും മകനും ഒഴുക്കിൽപ്പെട്ടു. അമ്മയുടെ മൃതദേഹം കണ്ടെത്തി 8 വയസ്സുള്ള മകനായി തിരച്ചിൽ തുടരുന്നു എന്നതാണ്. രാഹുൽ KV വിവരങ്ങളുമായിട്ട്. രാഹുൽ, സമീപവാസികൾ തന്നെയാണോ? ഇതൊക്കെ തോടൊക്കെ ആയിട്ടും പുഴയായിട്ടൊക്കെ പരിചയം ഉള്ള ആളുകളാണോ അപകടത്തിൽപ്പെട്ടത്? എപ്പോഴായിരുന്നു അപകടം? ദിവിഷ, ഏറെ ദുഃഖകരമായ മറ്റൊരു അപകട വാർത്ത കൂടിയാണ്. അമ്മയുടെ മൃതദേഹം ഇപ്പോൾ പുഴയിൽ വെച്ച് കണ്ടെത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സും നാട്ടുകാരും നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. സുബീഷിന്റെ ഭാര്യ, നാട്ടുകാർ തന്നെയാണ് അവിടെ തുണി അലക്കുന്നതിന് വേണ്ടിയാണ് ഈ അമ്മയും മകനും പുഴയിലേക്ക് വരികയും ചെയ്തത്. അതിനിടെ ഈ കുട്ടി, ആദ്യം 8 വയസ്സുകാരനാണ്, കുട്ടി ഒഴുക്കിൽപ്പെടുകയാണ് ഉണ്ടായത്. കുട്ടിയെ, മകനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അമ്മ പുഴയിലേക്ക് എടുത്തു ചാടുകയായിരുന്നു, ആഴത്തിലേക്ക്. പിന്നീട് അവരും ഒഴുക്കിൽപ്പെട്ടു. സുബീഷ് എന്നയാളുടെ ഭാര്യയാണ്, രമ്യ എന്നാണ് പേര്. രമ്യയാണ് മരിച്ചത്. മകന് വേണ്ടിയുള്ള തിരച്ചിൽ പേരാമ്പ്ര ഫയർഫോഴ്സും നാദാപുരം ഫയർഫോഴ്സും ഒപ്പം തന്നെ നാട്ടുകാരും ഒക്കെ തന്നെ ചേർന്ന് ഊർജിതമായി നടത്തി വരികയാണ്. പക്ഷേ ഇതുവരെ കണ്ടെത്തുവാനും കഴിഞ്ഞിട്ടില്ല. മഴ പെയ്തതുകൊണ്ട് പുഴയിൽ നല്ല ഒഴുക്ക് ഉണ്ട്. കുറ്റ്യാടിപ്പുഴയുടെ ഭാഗമായി വരുന്ന സ്ഥലത്ത് പാലേരി തോട്ടത്താങ്കണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത്. അതിൽ ഊർജിതമായി തന്നെ 8 വയസ്സുകാരനെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്നുണ്ട്. പക്ഷേ ഇതുവരെ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ഈ രമ്യ കടിയങ്ങാടുള്ള ഒരു സ്വകാര്യ മെഡിക്കൽ ഷോപ്പിൽ ഫാർമസിസ്റ്റായി ജോലി ചെയ്യുന്ന ആളാണ്. മറ്റൊരു ആൺകുട്ടി കൂടി ഉണ്ട്. അതിലും ദുഃഖകരമായ വാർത്ത, സുബീഷ് എന്നയാളുടെ ഭാര്യ രമ്യയാണ് മരിച്ചിട്ടുള്ളത്. ബാക്കി ഈ 8 വയസ്സുകാരന് വേണ്ടി, ആദ്യമേ ഈ കുട്ടിയാണ് ഞാൻ പറഞ്ഞ അപകടത്തിൽപ്പെടുന്നത്. കുട്ടിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന സമയത്താണ് അമ്മയും ഒഴുക്കിൽപ്പെട്ട് പിന്നീട് നാട്ടുകാരൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് ഫയർഫോഴ്സിൽ ഈ വിവരം എത്തിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ തിരച്ചിൽ തുടങ്ങുകയും ചെയ്തു. അമ്മ മരിച്ചിട്ടുണ്ട്. ബാക്കി തിരച്ചിൽ അവിടെ ഊർജിതമായി പുരോഗമിച്ചു വരികയാണ്. രാഹുലെ, അവർക്ക് പരിചിതമായ ഒരു സ്ഥലം തന്നെയായിരിക്കും. സാധാരണഗതിയിലാണെങ്കിൽ അപകടരഹിതമായ ഒരിടമായിരിക്കും. പക്ഷേ ഈ മഴ കനത്തു, അവിടെയൊക്കെ ഒന്നാമത് മഴ കൂടുതലുമാണല്ലേ ആ മേഖലയിൽ. പെട്ടെന്ന് ജലനിരപ്പ് ഉയർന്നൊരു അപകടകരമായ സാഹചര്യം ഉണ്ടായതാണോ? ദിവിഷ, അങ്ങനെയല്ല. വളരെ പെട്ടെന്ന് ജലനിരപ്പ് ഉയരുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അപകടം സംഭവിക്കുകയോ ചെയ്തു എന്നതല്ല. അവർ പോകുന്ന സ്ഥലം തന്നെയാണ്. അവിടെ തുണി അലക്കുന്നതിന് വേണ്ടിയാണ് പോവുകയും ചെയ്തിട്ടുള്ളത്. മകനെ കൂട്ടി തുണി അലക്കുന്നതിന് വേണ്ടി പോയി. അമ്മ തുണി അലക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, രമ്യ അലക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മകൻ ഒഴുക്കിൽപ്പെടുകയാണ് ഉണ്ടായത്. ഈ മഴ പെയ്തതുകൊണ്ട് തന്നെ പുഴയിൽ അത്യാവശ്യം നല്ല ജലനിരപ്പും ഒഴുക്കും വർദ്ധിച്ചിരുന്നു എന്ന നാട്ടുകാർ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് മകൻ ഒഴുക്കിൽപ്പെട്ടു പോകുന്നതാണ് കാണുന്നത്. അങ്ങനെ രക്ഷപ്പെടുത്താനുള്ള ആ ഒരു തിരക്കിൽ ശ്രമത്തിനിടയിൽ അമ്മ എടുത്തു ചാടുകയാണ് ഉണ്ടായത്. പിന്നീട് 2 പേരും ഒഴുക്കിൽപ്പെടുകയായിരുന്നു. അതിനുശേഷം നാട്ടുകാരൊക്കെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ദിവിഷ ഫയർഫോഴ്സ് എത്തി തിരച്ചിൽ നടത്തുകയും ചെയ്തത്. നാട്ടുകാർ ഒപ്പം ചേർന്നുകൊണ്ടാണ് തിരച്ചിൽ നടത്തുകയും ചെയ്യുന്നുണ്ട്. പുഴ അറിയുന്ന ആളുകളാണ്. പക്ഷേ ഇങ്ങനൊരു അപകടം സംഭവിച്ചു എന്നത് ഏറെ അതിദാരുണമായ ഒരു കാര്യമാണ്.